from 100 to 999 എന്ന് പറഞ്ഞാൽ 100 മുതൽ 999 വരെ. ഫ്രം 100 to 999. നമ്പർ ഒന്ന് താഴോട്ട് ഇറക്കി എഴുതുവോ? കാണുന്നില്ല. തീർച്ചയായിട്ടും ഇറക്കിത്തരാം, നമ്മളെ ഇറക്കിത്തരാം. അങ്ങനെ തന്നെ ഇടക്കിടക്ക് പറഞ്ഞ ഒരു സൗകര്യമാണ്. പോരെ, ഇത്രയും പോരെ? മതി. അപ്പൊ താഴോട്ട് കൊണ്ടുവന്നു നമ്പർ. അപ്പം ഫ്രം 100 to 999 വരെ എന്ന് പറഞ്ഞാൽ 100 മുതൽ 999 വരെ. ഹൗ മെനി 3-digit numbers are there? How many 3-digit numbers? എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. How many 3-digit numbers? മതി കുട്ടികൾ. 100 മുതൽ 999 വരെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട്? മുതൽ 999 വരെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം. യെസ്, മറ്റുള്ള കുട്ടികൾക്കും പ്രതികരിക്കാം. എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം. ചോദ്യം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഹൗ മെനി 3-digit numbers are there from 100 to 999? കുട്ടികൾക്ക് ആൻസർ ഉറക്കെ വിളിച്ചു പറയാം. 900. 900 is the answer. 900 ആണ്. എന്ത് സംശയം? എന്താണ് ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം? ഞാൻ പറഞ്ഞു, സാർ കേട്ടില്ല. കേട്ടു ഞാൻ കേട്ടു, അതുകൊണ്ടാണ് മറുപടി പറയുന്നത്. കേട്ടു, ശരിയാണ്. അതായത് ഏറ്റവും വലിയ 3-digit നമ്പർ 999 ആണ്. ഏറ്റവും വലിയ 2-digit നമ്പർ 99 ആണ്. അപ്പോൾ 999 നിന്ന് 99 അങ്ങോട്ട് മൈനസ് ചെയ്താൽ പോലെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 900 ആണ്. അതിൽ 100 വരണം. കാരണം ചോദിച്ചത് ഫ്രം 100 എന്നാണ്. 100 അവിടെ വരും. ചില കുട്ടികൾ ചോദിച്ചു, സാറേ 100 വരുമോ? വരുമല്ലോ. 1 മുതൽ 100 വരെ എന്ന് പറഞ്ഞാൽ 1 വരും, 100 വരും. 100 മുതൽ 999 വെച്ചാൽ അവിടെ 100 വരും, 999 വരും. കോഹോസ്റ്റായ കുട്ടികൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കണം. കുട്ടികൾക്ക് അന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. മക്കളെ, 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ എത്ര? 1 മുതൽ 10 വരെ ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ആർ ദേർ? 1 മുതൽ 10 വരെ ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ കുട്ടികൾ വിളിച്ചു പറഞ്ഞു 10 എന്ന്. കാരണം 1 വരും 10 വരും. 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് 1-നും 10-നും ഇടയിൽ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? 8 നാച്ചുറൽ നമ്പർ. അപ്പൊ 1 മുതൽ 10 വരെ എത്ര നാച്ചുറൽ നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ അത് 10 ആണ്. 1-നും 10-നും ഇടയിൽ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ അത് 8 ആണ്. 1 വരില്ല, 10 വരില്ല. 1-നും 10-നും ഇടയിലല്ലേ? ബിറ്റ്വീൻ 1 and 10. ബിറ്റ്വീൻ 1 and 10. അപ്പൊ 8 ഇടും. ഫ്രം 1 to 10 അവിടെ രണ്ടാളും വരും. 1-ഉം വരും, 10-ഉം വരും. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോടെ. How many natural numbers below 100? Below 10. How many natural numbers below 10? 10-ൽ താഴെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? 9. അപ്പൊ ഞാൻ എല്ലാവരോടും കൂടി ചോദിക്കുന്നു, എല്ലാവരും മറുപടി പറയേണ്ട, ഒന്നിച്ച് മറുപടി പറയണം. ശരിയായ ഉത്തരം പറയണം. ഒന്നിച്ച് വിളിച്ചു പറഞ്ഞോളൂ. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. 1 മുതൽ 100 വരെ ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ്? 100. ഇടയിൽ ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ്? 98. താഴെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? 99. ഈ 3 ചോദ്യവും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. അവ രക്ഷിതാക്കളെ കൃത്യമായിട്ട് എഴുതി കാണിച്ചു കൊടുക്കണം. പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന 2-3 കാര്യങ്ങളായതൊക്കെ. പലപ്പോഴും ഞങ്ങൾ ചോദിക്കാറുണ്ട്, ജനുവരി മാസം 31 ദിവസം. ജനുവരി 10 മുതൽ 31 വരെ എത്ര ദിവസം എന്ന് പറയുമ്പോൾ കുട്ടികൾ എപ്പോഴും 10 മൈനസ് ചെയ്യും.
എന്നിട്ട് 21 പറയും. ഇപ്പൊ 10 അവിടെ പെടുന്നില്ല എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുകയും 10 ഉൾപ്പെടണമെങ്കിൽ 22 ദിവസം ഉണ്ടാവുകയും എന്നുള്ള അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതേപോലെയാണ് ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 20 എന്ന് പറയുമ്പോൾ 1ഉം 20യും വരുമ്പോൾ 20 ആണെങ്കിലും ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 20 എന്ന് പറയുമ്പോൾ അവിടെ 1ഉം 20യും പെടില്ല എന്നുള്ളതും ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ബിലോ 20 എന്ന് പറയുമ്പോൾ അവിടെ 20 മാത്രം പെടാതിരിക്കും, ബാക്കിയെല്ലാം വരും എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് എഴുതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള തെറ്റുകൾ വരും. ഇവിടെ ഇത് ചോദ്യം ഇതാണ്, ഈ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ആ മൂന്നക്ക സംഖ്യയിലെ ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പറായ 999 നിന്ന് ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പറായ 99 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. ഇനി ഇതേ രീതിയിൽ ചോദ്യം വന്നിരിക്കും, ചെറുത് എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് വി ഹാവ് എന്ന് ചോദിച്ചാൽ അവിടെ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയായ 99 നിന്ന് ഏറ്റവും വലിയ 1 ഡിജിറ്റ് നമ്പറായ 9 അങ്ങോട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്ന 90 ആണ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അതോടൊപ്പം തന്നെ വേറൊരു ചോദ്യം കൂടി വരാം. ഈ രണ്ടക്ക സംഖ്യകളില് ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാത്തത്, അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ 11 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്, 22 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്, 33 ഇവിടെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാത്ത ചോദിച്ചാൽ അതിൽ 9 എണ്ണം ഉണ്ടാവും. 11 മുതൽ 99 വരെയുള്ള 11, 22, 33 എന്നുള്ള രീതിയിൽ 9 എണ്ണം ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പൊ 81. അപ്പൊ 2-3 കാര്യങ്ങൾ പഠിച്ചു. 81 എന്താണെന്നും 90 എന്ന സംഭവം എന്താണെന്നും അതുപോലെ ഇപ്പൊ പഠിച്ചിരിക്കുന്ന 900 അതെന്താണെന്നും പറഞ്ഞു തരാം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇവിടെ എത്ര രണ്ടക്ക സംഖ്യ വെച്ചാൽ അത് 90 ആണ്, 90 ആണ്. രണ്ടക്ക സംഖ്യ അക്കങ്ങൾ ആവർത്തിക്കാത്ത എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത് 81 ആണ്. എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടെന്ന് ചോദിച്ചാൽ, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് 900 ആണ്. ഇങ്ങനെ 3 ടൈപ്പ് ചോദ്യങ്ങളാണ് മക്കളോട് വരാൻ സാധ്യത. അപ്പൊ അത് കൃത്യമായിട്ട് മക്കൾ പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഒരു എക്സാം സെന്ററില്, ഒരു എക്സാമിനേഷൻ സെന്ററില്, പരീക്ഷാ കേന്ദ്രത്തില് 28ാമത്തെ കുട്ടി, ആ കുട്ടിയുടെ റോൾ നമ്പർ 4621 ആണ്. റോൾ നമ്പർ ഓഫ് 28th സ്റ്റുഡന്റ്. ആ സ്റ്റുഡന്റ് റോൾ നമ്പർ 4621 ആണ്. എങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ റോൾ നമ്പർ എത്രയായിരിക്കും? What is the first roll number of first child? ആദ്യത്തെ കുട്ടിയുടെ റോൾ നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനാണ് നിങ്ങൾ പറയേണ്ടത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ 28ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എങ്കിൽ ഒന്നാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. കുട്ടികൾക്ക് പ്രതികരിക്കാം. മൈക്ക് ഓൺ ചെയ്യാൻ പോകുന്നു. ആൻസർ എല്ലാവർക്കും ഉറക്കെ വിളിച്ചു പറയാം. 4592. 4592. സാറേ ബോർഡ് മര്യാദ കാണാൻ പറ്റില്ല. സാറേ ബോർഡ് 4592. ശരി, ബോർഡൊക്കെ ക്ലിയർ ആണ്. നിങ്ങൾ ഫോൺ ചരിച്ചു പിടിച്ചാൽ മതി. ഏഞ്ചൽ, ബോർഡ് ക്ലിയർ അല്ലേ? സാർ അത് ഇത്തിരി കൂടെ താത്തണം. ഇതിൽ കൂടി അങ്ങോട്ട് മാറ്റണം. താത്തിയാ മതി. താഴ്ത്തിയാ മതി. താഴ്ത്താം. ഇപ്പോഴോ? ഇപ്പൊ കാണാം. റെഡിയാണോ? ഇപ്പൊ റെഡിയാണ്. റെഡിയാണ്.
ശരി ആട്ടെ. ഇവിടെ ഒന്നാമത്തെ കുട്ടിയുടെ റോൾ നമ്പർ എത്രയാണ് ഏഞ്ചൽ? 4621. ഈ 28ാമത്തെ കുട്ടിയുടെ റോൾ നമ്പർ 4621 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ. അപ്പം 28ാമത്തെ അവിടെ തന്നിട്ടുണ്ടല്ലോ. ബാക്കി 27 കുട്ടികളുടെ പ്രശ്നമല്ലേ ബാക്കിയുള്ളൂ. 28ാമത്തെ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ 27 മൈനസ് ചെയ്ത് എത്രയാ? മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്കാം. എത്രയാ മക്കളെ ഇതിന്റെ ആൻസർ? 4593. അപ്പോ ദയവ് ചെയ്ത് എന്റെ സംസാരം കേൾക്കുന്ന രക്ഷിതാക്കള് അവരൊന്ന് ശ്രദ്ധിക്കുക. ഈ തന്നതിലൊന്നും ആൻസർ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ രക്ഷിതാക്കളൊന്ന് പ്രതികരിക്കണമായിരുന്നു. ഇത് പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്. കുട്ടികൾക്ക് 27 മൈനസ് ചെയ്താൽ എത്രയാന്നുള്ള അറിയാത്തൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്റെ വാക്ക് ശ്രവിക്കുന്ന രക്ഷിതാക്കൾ പറയൂ, ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഒരാൾ പ്രതികരിക്കണം. ഈ ടൈപ്പ് ചോദ്യങ്ങൾ കുട്ടികൾക്ക് പ്രശ്നം വരുന്നത്. 4621 28ാമത്തെ കുട്ടിയുടെ റോൾ നമ്പർ എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 28ാമത്തെ കുട്ടീന്റെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി 27 കുട്ടികളുടെ പിന്നിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ 4621 27 മൈനസ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു ഉത്തരമാണ് എനിക്ക് കേൾക്കേണ്ടത്. അത് ഒരു രക്ഷിതാവ് ഒന്ന് മുന്നോട്ട് വരൂ, നമുക്ക് കുട്ടികളെ ഒന്നിച്ച് സഹായിക്കാം. ഏതെങ്കിലും ഒരു രക്ഷിതാവ് മൈക്ക് ഓൺ ചെയ്ത് പറയാം. ഒന്ന് ആദ്യം ചിന്തിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ 28ാമത്തെ കുട്ടിയുടെ റോൾ നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഒന്നാമത്തെ കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 28 തന്നിട്ടുണ്ടെങ്കിൽ 27 മൈനസ് ചെയ്യേണ്ടത്. ഇതിന്റെ ആൻസർ എത്രയാണെന്ന് ഒരു രക്ഷിതാവിനെ സഹായിച്ച് പറയാം. സാർ 4604. രക്ഷിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ കൂടെയുള്ള കുട്ടികൾ ഫോണ് കൊടുക്കുക, രക്ഷിതാക്കൾ സംസാരിക്കട്ടെ. 4604. ഈ 4621 നിന്നാണ് 27 മൈനസ് ചെയ്യേണ്ടത്. എത്രയാണ് ആൻസർ എന്നാ ചോദ്യം. 4604. 4591. 4594. 4621 നിന്ന് 4594. വെരി ഗുഡ്. 4594. ശരി. ഓൺ ചെയ്ത് സംസാരിക്കാൻ രക്ഷിതാക്കളോട് പറഞ്ഞപ്പോൾ വീണ്ടും കുട്ടികൾ തന്നെ കയറി പറയുന്നു. എന്തായാലും കുറെ രക്ഷിതാക്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 4594 അപ്പം ഈ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത് കുട്ടികൾക്ക് പ്രയാസമുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്.
കാരണം ഇതിൽ നിന്ന് എങ്ങനെയാണ് അപ്പൊ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം അടുത്ത ക്ലാസ്സിൽ. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യം കൊടുത്തു നോക്കിയത്. അപ്പൊ ശരി, 4594 ശരി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. അതൊക്കെ യൂട്യൂബിൽ ക്ലാസ് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് യൂട്യൂബിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത നമുക്കൊരു 9 സ്മോൾ വരയ്ക്കാം, കള്ളികൾ വരയ്ക്കാം. 1 2 3 എല്ലാവരും എന്റെ കൂടെ വരച്ചോളി. 1 ഇതാണ്. ശരി, ഇത് 9 കള്ളികളാണ്. ഇതൊരു മാജിക് സ്ക്വയർ ആയിട്ട് പരിഗണിക്കാം, മാന്ത്രിക ചതുരം. അപ്പോ ഈ മാന്ത്രിക ചതുരത്തിന്റെ നടുവിൽ, അതായത് മിഡിലുള്ള നമ്പറാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് 5നും ഏഞ്ചൽ ഈ ഏരിയയിൽ സ്ക്വയർ കാണുന്നുണ്ടോ മോളെ? കാണാം സർ. ആ, ഞാനിവിടെ ഓൺ ചെയ്ത് എനിക്ക് കാണുന്നുണ്ട്, അതുകൊണ്ടാ പറയാൻ കാരണം. ഞാനിവിടെ റെഡിയാണ്. എന്റെ ഫോണിൽ ഇവിടെ റെഡി ആയിട്ട് കാണുന്നുണ്ട്. ശരിയാണ്. ഇവിടെ മോളെ ഒരു പ്രശ്നം, ഈ മിഡിലുള്ള ഈ സംഖ്യ എത്രയാന്ന് പറയണം. പക്ഷേ 5നും 5, 24നും 24നും ഇടയിലുള്ള ബിറ്റ്വീൻ 5 and 24, ബിറ്റ്വീൻ 5 and 24, 5നും 24നും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു മാജിക് സ്ക്വയർ ഉണ്ടാക്കണം, മാന്ത്രിക ചതുരം. എങ്കിൽ ഈ മിഡിലുള്ള ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ആ സ്ഥലത്തെ ഡിജിറ്റ്സ് അല്ലെങ്കിൽ സംഖ്യ നമ്പർ ഏതായിരിക്കും? ഏഞ്ചൽ ആ ചോദ്യം വ്യക്തമായി കൊടുക്കുമ്പോൾ ഇവിടെ 9 കോളമുള്ള ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഇതിൽ 5നും 24നും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സ് വെച്ചാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നടുക്കത്തെ ആ ഒരു കോളത്തിൽ ഏതായിരിക്കും വരിക? 5നും 24നും ഇടയിലുള്ള ആദ്യത്തെ ഓഡ് നമ്പർ ഏതാണ് മോളെ? എന്താണ് ഏഞ്ചൽ? 5നും 24നും ഇടയിലുള്ള ആദ്യത്തെ ഓഡ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 5 വരില്ലല്ലോ. 5നും 24നും ഇടയിലുള്ള 5 വരില്ലല്ലോ. അത് ആദ്യത്തെ ഏതാണെന്ന് കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്, വായിച്ചപ്പോരെ. 7 7 7ആണ്. ആ അവസാനത്തെ ഓഡ് നമ്പർ ഏതാണ്? 23. 23. അപ്പം ആദ്യത്തത് 7ഉം അവസാനത്തത് 23 ആണെന്ന് വ്യക്തം. ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ ആ മാജിക് സ്ക്വയറിന്റെ നടുക്കുള്ള സംഖ്യ അല്ലേ നിങ്ങളോട് ചോദിച്ചത്? അതിനെല്ലാം എഴുതാനൊന്നും മക്കൾ പോണ്ട. ഈ 7ഉം 23 അങ്ങോട്ട് ആഡ് ചെയ്യാം. എത്ര കിട്ടും ഏഞ്ചൽ? 30. 30ആണ്. 30 ആണ്. ആ 30യുടെ പകുതി എത്രയാണ് മോളെ? 15. അതാണ് ഈ മിഡിൽ നമ്പർ ആയിട്ട് കിട്ടുക. ഇനി നമുക്ക് ആ മാജിക് സ്ക്വയർ എന്ന് ഉണ്ടാക്കാം. ആദ്യത്തെ സംഖ്യ നമുക്ക് ഇവിടെ 7 എഴുതാം. ഇതൊക്കെ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും മാജിക് സ്ക്വയർ ഉണ്ടാക്കാം. രണ്ടാമത്തെ 9 ഇവിടെ എഴുതാം.
പിന്നെയോ വേറെ എവിടെയൊക്കെ എന്തൊക്കെ എഴുതുക? അപ്പൊ നമുക്ക് 7 എഴുതി, പിന്നെ ബാക്കിയുള്ള സംഖ്യകൾ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. 9 എഴുതി, പിന്നെ ഞാൻ 11 ഇവിടെ കൊടുക്കും. 11 ഇവിടെ കൊടുത്തു. പിന്നെ 13 ഇവിടെ കൊടുത്തു. പിന്നെ 15 കൊടുത്തു. അപ്പൊ 17 ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് 19 വരുന്നത്. ഓഡ് നമ്പേഴ്സ് അല്ലേ. പിന്നെ നമുക്ക് 21 കൊടുക്കാം. പിന്നെ 23 കൊടുക്കാം. ഇത് മാജിക് സ്ക്വയർ ആവും. അപ്പം 9 കളിൽ മാജിക് സ്ക്വയർ ഉണ്ടാക്കാൻ ഒരു ചെറുതാദ്യം ഇവിടെ എഴുതി കാണിക്കാം. ചെറുത് 1 2 3 4 5 6 7 8 9 മാജിക് സ്ക്വയർ. അതേ ക്രമത്തിലാണ് ഇത് എഴുതിയത്. ഇത് മുഴുവൻ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് അറിയാവുന്ന നോക്കിയത് ആദ്യത്തെ സംഖ്യയായ 7ഉം അവസാനത്തെ ഓഡ് നമ്പറായ 23 കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന പകുതിയാണ് ഈ മിഡിൽ നമ്പറായിട്ട് വരും. മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. രക്ഷിതാക്കൾക്ക് ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പറയാം. നിങ്ങളുടെ അവസരമാണ്. ക്ലിയർ ആണ് സാർ. ക്ലിയർ ആയിട്ടുണ്ട് സർ. ഇടയ്ക്കൊന്ന് ഓൺ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം കുട്ടികളില്ലാന്ന് മറുപടി പറയും. അതുകൊണ്ടാണ് ഞാനൊക്കെ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അവസരം കുട്ടികൾ കൊടുക്കുന്നില്ല, അവരെന്നെ വിളിച്ചു പറയുന്നു. ക്ലിയർ ആവാത്തവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ക്ലിയർ ആവാത്തത് ഉണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് പറയാം. യെസ്. അപ്പൊ നമുക്ക് ക്ലാസ്സില് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. ഇന്ന് കുറച്ചുകൂടി പ്രശ്നമുള്ള ചോദ്യങ്ങളാണ് ഞാൻ തന്നത്. അപ്പൊ എന്തായാലും ഇത്തരം ചോദ്യങ്ങൾ ഒക്കെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ഇന്ന് തരുന്ന ഹോംവർക്ക്, ഇന്നലെ തന്ന ഹോംവർക്ക് ഒന്നും ആരും യൂട്യൂബില് അത് കമന്റ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കാൻ സമയമുള്ളത് കൊണ്ടാണ് ഇന്ന് 2 ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. ആ 2 ക്വസ്റ്റ്യനും മക്കൾ എഴുതി വെച്ചോ. ഇതിൽ 2 എണ്ണത്തിന്റെ ആൻസർ നിങ്ങൾ തരണം. യെസ്. ചോദ്യം ശ്രദ്ധിക്കുക. ഒരു ചിത്രം ഇങ്ങനെ വരയ്ക്കാം. ആ ചിത്രം വരയ്ക്കുക. ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഇപ്പൊ തിരിച്ചു വിളിക്കാം. ശരി. ചോദ്യം ഇതാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഹൗ മെനി റെക്ടാംഗിൾസ് ആർ ഹിയർ? ഹൗ മെനി റെക്ടാംഗിൾസ്? എത്ര ചതുരങ്ങളുണ്ട്? ഹൗ മെനി റെക്ടാംഗിൾസ്? ഇതിൽ എത്ര ചതുരങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. കുട്ടികൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. 4 വശവും തുല്യമായതല്ലേ, അത് റെക്ടാംഗിൾ ആകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ വരാം. അപ്പൊ ആ സംശയങ്ങളൊക്കെ ഇതോടുകൂടി ഞാൻ ക്ലിയർ ആകും. ഇപ്പൊ ആൻസർ പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല. മക്കൾ ഈ ഇരിക്കുന്നിടത്തൊന്നും പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഇത് ഹോംവർക്ക് ആണ്. അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ആൻസർ ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നത്? എനിക്കിട്ട് മനസ്സിലാവുന്നില്ല. ശരി, ചോദ്യം ഇതാണ്, ഹൗ മെനി റെക്ടാംഗിൾസ് ആർ ഹിയർ എന്നാണ്. ബോർഡിൽ മുഴുവൻ കാണുന്നുണ്ടോ ഏഞ്ചൽ? കാണാം സർ. കാണാം. എന്താണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്? How many rectangles are there? ആ,
അടുത്ത ചോദ്യം ഇതാണ് മക്കളെ. 1, 2, 3 ഈസ് ഈക്വൽ ടു 6 എന്നാണ് ഞാൻ കോഡ് ചെയ്തിരിക്കുന്നത്. 2, 3, 4നെ ഞാൻ കോഡ് ചെയ്തിരിക്കുന്നത് 24 എന്നാണ്. 345നെ 345നെ ഞാൻ കോഡ് ചെയ്തിരിക്കുന്നത് 60ഉമാണ്. എങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ് മക്കളെ. 456നെ ഞാൻ എങ്ങനെ കോഡ് ചെയ്യും? 123 is coded as 6. 234 is coded as 24. 345 coded as 60. And what is the code of 456? ഇപ്പൊ ആൻസർ ടൈപ്പ് ചെയ്ത് പറയുന്നത് ശ്രദ്ധിക്കുക. യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോഴാണ് ആൻസർ ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആ ചോദ്യം ഇവിടെ ഞാൻ കുറച്ച് മേലെയായിട്ട് എഴുതാം, ശ്രദ്ധിച്ചോളൂ. സർ മേലെ ഇത് കാണത്തില്ല. മേലെ ഇവിടെ എഴുതിയാ കാണൂലേ? ഇവിടെ അവിടെ എഴുതിയാ കാണും. ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ടാ പറയാൻ കാരണം എവിടെ എഴുതിയാ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ ചിത്രത്തിന്റെ അടിയിൽ എഴുതാം, കുട്ടികൾക്ക് ഇത് ടൈപ്പ് ചെയ്യുന്നതാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ മക്കളെ. 400 ഗ്രാം ഇപ്പോഴത്തെ റേറ്റ് അല്ലേ പറയുന്നത്. 400 ഗ്രാം ഷുഗർ വളരെ ഇപ്പോഴത്തെ റേറ്റ് ഒന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദ്യത്തിലുള്ള തരികയാണ്. 400 ഗ്രാം പഞ്ചസാരക്ക് 16 രൂപയാണ്. 16. ആ 16 എന്ന് കാണുന്നുണ്ടോ മോളെ? ഇല്ല. ആ അതാണ് ചോദ്യം. അതെന്താണ് കാണാത്തത് എനിക്ക് വ്യക്തമാകുന്നില്ല. ഞാനൊന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ വേണേ തൽക്കാലം അതിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇടാം. അപ്പൊ നമ്മുടെ ക്യാമറ ലേശം തിരിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇതാ ഇപ്പൊ കാണുന്നുണ്ടോ മോള്? ഇപ്പൊ കാണാം. ആ അപ്പൊ ഞാനത് പിടിച്ചിങ്ങോട്ട് ഇട്ടതാണ്. അപ്പൊ അവിടെ ഒരു പരിധി വന്നിട്ടുണ്ട്. ശരി, അതിന്റെ ഇടയ്ക്ക് ഈ ചോദ്യം നിങ്ങൾ എഴുതിയ സ്ഥിതിക്ക് ഞാനൊന്ന് മയക്കുകയാണ്. മയക്കട്ടെ മോളെ? വായിച്ചോളൂ. അപ്പൊ ഇത് ഞാനങ്ങ് ഒഴിവാക്കി. 400 ഗ്രാം പഞ്ചസാരയുടെ വില 16 രൂപയാണ് മക്കളെ. ചോദ്യം ഇതാണ്, 1 കിലോ പഞ്ചസാരക്ക് അപ്പോൾ എത്ര രൂപ വരും? 400ന് 16 രൂപയാണ്. 1 കിലോയുടെ വില എത്രയാണ്? ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് ഇന്നത്തേതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോൾ ആ 3 ചോദ്യം ഒന്ന് വായിച്ച മോൾ. ആ 3 ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുമോട്ടെ. പോയോ? കുട്ടി പോയി തോന്നുന്നു. 400 ഗ്രാം പഞ്ചസാര 16 രൂപയാണ്. അപ്പോൾ 1 കിലോഗ്രാം എത്രയായിരിക്കും? ശരി, ആദ്യത്തെ ചോദ്യം ഓർമ്മ ഉണ്ടായിരുന്നു, ഒരു ചിത്രമല്ലേ? ഫിഗർ വന്ന് യെസ്. അതിൽ എത്ര റെക്റ്റാങ്കിൾ ഉണ്ടെന്നാണ് ചോദ്യം. രണ്ടാമത്തെ എന്തായിരുന്നു മോളെ? 1, 2, 3 അതിന് കോഡ് ചെയ്തത് 6. 2, 3, 4 അതിന് കോഡ് ചെയ്തത് 24. 3, 4, 5 അതിന് കോഡ് ചെയ്തത് 16. 4, 5, 6 അതിനെ എന്തായിരിക്കും കോഡ് ചെയ്യുക? ശരി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.